എല്ലാവർക്കും നമസ്കാരം. വിശ്വസാഹിത്യത്തിൻ്റെ ഈ അധ്യായത്തിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളെ പറ്റിയുള്ള ചില ആലോചനകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ചെറുകഥ ദി സ്നോസ് ഓഫ് കിളിമഞ്ചാരോയെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 1936 ഈ കഥ പ്രസിദ്ധീകരിക്കുന്നത്. ദി സ്നോസ് ഓഫ് കിളിമഞ്ചാരോ. ഇത് തുടങ്ങുന്നത് ഒരു എപ്പിഗ്രാഫാണ്, ഒരു ആമുഖം. വിഖ്യാതമായിട്ടുള്ള കൃതികൾക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു ചില വാചകങ്ങളൊക്കെ എഴുതാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹെമിംഗ്വേയുടെ കൃതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. Kilimanjaro is a snow-covered mountain 19,170 feet high. It is the highest mountain in Africa. Its western summit is called the Masai Ngagi Njai, the house of God. On the western summit, there was a dried carcass of a leopard, a frozen dried carcass of a leopard. No one has explained what the leopard was seeking at that altitude. കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ്, മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതമാണ്. അതിൻ്റെ ദൈവത്തിൻ്റെ കവാടം, ദൈവത്തിൻ്റെ വീട് എന്ന അർത്ഥത്തിലാണ് മസായി ഭാഷയിൽ അതിനെ പറയുന്നത്. അതിൽ ഒരു പുള്ളിപ്പുലിയുടെ ശവം, ഡ്രൈഡ് ഫ്രോസൺ കാരക്കാസ്, 1920കളിൽ പർവ്വതാരോഹകർ കണ്ടെത്തുന്നുണ്ട്. ആ ഒരു സംഭവമാണ് ഹെമിംഗ്വേയുടെ കഥയിലൂടെ അനശ്വരമായി മാറിയത്. അതിൻ്റെ അടുത്ത വരിയാണ് ഈ കഥയുടെ അതിൻ്റെ ഒരു സോൾ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ എന്ന് പറയാവുന്നത്. No one has explained what the leopard was seeking at that altitude. ആരും ഇതുവരെ വിശദീകരിച്ചില്ല അത്രയും ഉയരത്തിൽ ഈ പുള്ളിപ്പുലി എന്താണ് അന്വേഷിക്കുന്നത്. ആ വാക്കാണ് സീക്കിംഗ് എന്നാണ്, സെർച്ചിങ് എന്നല്ല, സീക്കിംഗ് അറ്റ് ദാറ്റ് ആൾട്ടിറ്റ്യൂഡ്. ഹെമിംഗ്വേയുടെ കൃതികളെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു 1954. ആ നോബൽ സമ്മാനം സൈറ്റേഷനിൽ നോബൽ കമ്മിറ്റി പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ കൃതികളിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ക്രിസ്പ് റൈറ്റിംഗ് സ്റ്റൈലിനായിട്ട്, ഒരു കൃതിക്കായിട്ടല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആഖ്യാന കൗശലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഓൾഡ് മാൻ ആൻഡ് ദ സീ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. ഹെമിംഗ്വേയുടെ എഴുത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ദി ഐസ്ബർഗ് തിയറി എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വാചകങ്ങളുടെ ഒക്കെ വളരെ പ്ലെയിൻ ശൈലിയിലാണ് ഹെമിംഗ്വേയുടെ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ പ്ലെയിൻ ശൈലിയാണ്. അതിനെപ്പറ്റി പറയുന്നത് അദ്ദേഹം കൻസാസ് സിറ്റി സ്റ്റാറിൽ പത്രലേഖനായിട്ട് ചേരുമ്പോൾ അവരുടെ എഡിറ്റോറിയൽ പോളിസി എഴുതി വെച്ചിട്ടുണ്ട്. യൂസ് ഷോർട്ടർ സെന്റൻസ്, ദി ഫസ്റ്റ് പാരഗ്രാഫ് മസ്റ്റ് ബി ഷോർട്ട്, യൂസ് വിഗറസ് ഇംഗ്ലീഷ്, യൂസ് പോസിറ്റീവ്നെസ് നോട്ട് നെഗറ്റീവ്നെസ്. ഈ ഒരു ആശയം ഹെമിംഗ്വേയുടെ എഴുത്തിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്രയും ശക്തമായി ആഡംബരങ്ങളൊന്നുമില്ലാതെ, എന്നാൽ വാചകങ്ങൾ, അതിൻ്റെ ആഘാത ശക്തി വളരെ വലുതാണ്. അത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സഹായിച്ചത് ഈ പറയുന്ന പത്ര റിപ്പോർട്ടിങ്ങിന്റെ ആദ്യകാലത്തെ ഒരു ഭാഷയാണ്. ഇപ്പൊ നമ്മൾ മിക്കവാറും പറയാറുണ്ട് എഴുത്തുകാരൊന്നും പത്രം വായിക്കാറില്ല, കാരണം പത്രത്തിന്റെ ഭാഷ സാഹിത്യ ഭാഷയെ നശിപ്പിക്കുന്നു എന്നൊരു വിമർശനം പലരും ഉന്നയിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഹെമിംഗ്വേ എന്ന എഴുത്തുകാരനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നില്ല, എങ്കിലും എഴുത്തുകാരന്റെ ഭാഷയെ ഇത്രയധികം ചെത്തി മിനുക്കി അതിൻ്റെ എല്ലാ ദുർമേധസ്സുകളും കളഞ്ഞ് അതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ, പവിത്രമായ, എന്നാൽ ഏറ്റവും വിഗറസായ, ഏറ്റവും ശക്തമായ ഒരു ഭാഷയിലേക്ക് അതിനെ മാറ്റിയത് ഈ ഒരു പത്ര കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ പരിശീലനം തന്നെയാണ്. മാത്രമല്ല 1920കളിൽ ലോസ്റ്റ് ജനറേഷൻ എന്നാണ് ആ ഒരു തലമുറ അറിയപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സകല ക്രൂരതകളും, മനുഷ്യബന്ധങ്ങളിലെ വിള്ളലുകളും, ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മയും ഒക്കെ
സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ഒന്നായിരുന്നു. ഗർട്രൂഡ് സ്റ്റെയിൻ ആണ് ആ ഒരു ഭാഷ, ആ ഒരു പ്രയോഗം നടത്തിയിരുന്നത്. ദ ലാസ്റ്റ് ജനറേഷൻ എന്നുള്ളത്. ഹെമിംഗ്വേ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആ സമയത്ത് അദ്ദേഹം അമേരിക്കയിൽ പട്ടാളത്തിൽ ചേരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന് ഐ വിഷൻ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് റെഡ് ക്രോസ് സൊസൈറ്റിയിലേക്ക് ചേരുന്നതും അദ്ദേഹം പിന്നീട് ഇറ്റലിയിലേക്ക് പോകുന്നു. ഇറ്റലിയിൽ വെച്ച് അദ്ദേഹം എഴുതുന്നുണ്ട് ഒരു കാര്യം: വെൻ യു ആർ എ ബോയ്, you are working in the war front with the belief that you are immortal and death will not come to you. Once that dream is shattered. പിന്നീടാണ് അദ്ദേഹത്തിന് മുറിവേൽക്കുന്നത്. യുദ്ധത്തിൽ മുറിവേൽക്കുന്നുണ്ട്. യുദ്ധഭടനായിട്ട് നിൽക്കുന്നു. യുദ്ധത്തിന്റെ ഫ്രണ്ട് റോയിലൊക്കെ പോയി നിൽക്കാൻ അത്രയും ഒരു കരുത്തുള്ള വ്യക്തിയായി, ശാരീരികമായിട്ട് വളരെ കരുത്തുള്ള ആളായിരുന്നു. 18ാമത്തെ വയസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും കരുത്തുള്ള, തനിക്ക് മരണം സംഭവിക്കില്ല, അമർത്യനാണ് എന്ന് ഏതൊരു യുവാവും കരുതുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇന്നൊരു യുദ്ധത്തിൽ ഷെല്ല് പൊട്ടി പരിക്കേറ്റ് ദേഹമാസകലം മുറിവേറ്റ് കിടക്കുമ്പോഴാണ് അമർത്യത തനിക്കില്ല, താനും മർത്യനാണ് എന്നൊരു ചിന്തയിലേക്ക് അദ്ദേഹം വരുന്നത്. പിന്നീട് മിലിറ്ററി ഹോസ്പിറ്റലിൽ അദ്ദേഹം കുറെ അധികം ദിവസങ്ങൾ, മാസങ്ങൾ ചികിത്സയ്ക്ക് വിധേയമാകുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കഥാപാത്രവുമായിട്ട് ആഗ്നസ് വോൺ ക്രോസ്കി എന്ന നഴ്സുമായിട്ട് പ്രണയത്തിലാകുന്നത്. ഹെമിംഗ്വേക്കാൾ 7 വയസ്സ് പ്രായം കൂടുതലുണ്ടായിരുന്നു അവർ. വളരെ വലിയ ഒരു പ്രണയമായിരുന്നു അത്. ഹെമിംഗ്വേ അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ ഭേദമായി ഇവരെ വിവാഹം കഴിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തോടെ രണ്ടുപേരും തമ്മിൽ അത് സമ്മതിച്ചു. അമേരിക്കയിൽ വെച്ചാണ് വിവാഹം എന്ന് കരുതി ഹെമിംഗ്വേ അമേരിക്കയിലേക്ക് പോകുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കാമുകി ആഗ്നസ് അവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു കത്ത് ആഗ്നസിന്റെ തന്നെയാണ്. തന്റെ വിവാഹം ഒരു ഓഫീസറുമായിട്ട് ഉറപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ മുതലാണ് നമ്മൾ നേരത്തെ മാഷു പറഞ്ഞതുപോലെയുള്ള ഹെമിംഗ്വേയുടെ ഒരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി വരുന്നത്. അദ്ദേഹം സ്ത്രീ വിരുദ്ധനായിരുന്നില്ല. സ്ത്രീകളെ, അതിന്റെ സൗന്ദര്യത്തെ ഒക്കെ ആവും വിധം ആസ്വദിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പോളിസി തുടങ്ങുന്നത് അവിടെ തന്നെയാണ്. പിന്നെയാണ് അദ്ദേഹം 4 വിവാഹം കഴിക്കുന്നതും എണ്ണമറ്റ കാമുകിമാരുണ്ടാകുന്നത്. തന്റെ ഭാര്യ തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ ഭാര്യ ഉപേക്ഷിക്കുക എന്ന പോളിസി ഹെമിംഗ്വേ കൊണ്ടുവരുന്നത് ആദ്യകാലത്ത് നേരിട്ട തിരിച്ചടിയിൽ നിന്നാണ്. 4 വിവാഹം കഴിച്ചു ഔദ്യോഗികമായിട്ട്. വിവാഹം മാത്രമല്ല, പിന്നെയും പ്രണയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 57-58 വയസ്സ് പ്രായമുള്ളപ്പോൾ ക്യൂബയിൽ 4ാമത്തെ വൈഫിനോടൊപ്പം പോകുമ്പോൾ അവിടെ വെച്ചൊരു 17 വയസ്സുള്ള പെൺകുട്ടിയെ കാണുകയും അതിനോടൊരു അനുരാഗം തോന്നുകയും പിന്നീട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അക്രോസ് ദ റിവർ ആൻഡ് ഇൻടു ദ വുഡ്സ് എന്ന് പറയുന്ന ആ ഒരു കൃതി എഴുതുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ദ സ്നോസ് ഓഫ് കിളിമഞ്ചാരോയെ പറ്റിയാണ്. അവിടെ എന്താണ് ഈ സ്നോ, മഞ്ഞ് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. സ്നോസ് ഓഫ് കിളിമഞ്ചാരോയുടെ കഥ വളരെ സിമ്പിളാണ്. ആഫ്രിക്കയിൽ ഒരു സഫാരിക്ക് പോകുന്ന നായകനും നായികയും, ഭാര്യയും ഭർത്താവുമാണ്. അത് അദ്ദേഹത്തിന്റെ ആത്മകഥാംശം ധാരാളം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ 3ാമത്തെ ഭാര്യ കോളിൻ ഫൈഫറുമായിട്ടുള്ള ഒരു യാത്ര 32-31 കാലഘട്ടത്തിലുള്ള ഒരു യാത്രയാണ്. ആഫ്രിക്കൻ സഫാരിയാണ് അതിൽ അദ്ദേഹത്തിന്റെ ജീവകഥയുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്നത്. അവിടെ വളരെ വലിയ ഒരു സഫാരി നടത്തുന്നു. അവിടെ അദ്ദേഹത്തിന് അതിനിടയ്ക്ക് ഒരു അസുഖം, അമീബിക് ഡിസെൻട്രി പിടിപെടുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ കഥയിലും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഹാരി എന്നാണ് നായകന്റെ പേര്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹെലൻ, അവർ വളരെ സമ്പന്നയായ ഒരു സ്ത്രീയാണ്. ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത് എഴുത്തുകാരന്റെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവ് നശിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. എഴുത്തുകാരന്റെ ക്രിയേറ്റിവിറ്റി, ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളുടെ സൃഷ്ടിപരത തന്നെയാണ്. ആ കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി അത് മാറ്റിവെക്കുന്നത്, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മോറൽ ഡീജനറേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്രിയേറ്റീവ് ഡീജനറേഷൻ, അതിന്റെ ഒരു എക്സ്പ്രഷനാണ് ഈ പറയുന്ന നോവൽ, ഈ പറയുന്ന ചെറുകഥ ദി സ്നോസ് ഓഫ് കിളിമഞ്ചാരോ. ഇതിൽ പ്രധാനമായിട്ടും ഈ കഥയ്ക്കുള്ളിലെ കഥയെന്ന് പറയാവുന്ന രീതിയിൽ 5 ഫ്ലാഷ് ബാക്കുകളുണ്ട്. അത് ആ കഥ വായിച്ചിട്ടുള്ളവർക്കറിയാം. അത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതിലും മഞ്ഞ് പ്രധാനമായിട്ടുള്ള ഒരു തീമായിട്ട് വരുന്നുണ്ട്. മഞ്ഞ് മൊത്തത്തിൽ ഒരു വലിയ സിമ്പിളായിട്ടും വലിയൊരു മോട്ടീഫായിട്ടും ഈ കൃതിയിൽ വരുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ഫ്ലാഷ് ബാക്കിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അനുഭവിച്ച 1ാം ലോക മഹായുദ്ധത്തിലെ ഒരു വലിയ സംഭവമാണ്. ടർക്കിഷ് ഗ്രീക്ക് വാറില് ഗ്രീക്കുകാര് ത്രൈസിലെ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അവർ തിരിച്ചു പോകുന്നു. സിംപ്ലൻ ഓറിയന്റ് എക്സ്പ്രസ്സിൽ കാത്തു നിൽക്കുകയാണ് ഇവർ തിരിച്ചു പോകാനായിട്ട്. പട്ടാളക്കാരും റെഡ് ക്രോസുകാരും ഒക്കെ തിരിച്ചു പോകാനായിട്ട്.
അപ്പോൾ ആ ട്രെയിൻ ദൂരെ നിന്ന് വരുന്നതിൻ്റെ ആ ഒരു ലൈറ്റൊക്കെ കാണാമെന്ന് ഹെമിംഗ്വേ എഴുതുന്നുണ്ട് എന്നത്. അപ്പോൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് എഴുതണം എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ഒരു ക്യാപ്റ്റനെ പറ്റി പറയുന്നുണ്ട്, നെൽസൺ അങ്ങനെ എന്തോ ഒരു ക്യാപ്റ്റനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ഒരു മല കടന്ന് അപ്പുറത്തേക്ക് അവരുടെ ഒരു പട്ടാള ഗ്രൂപ്പിന് ആ ഒരു ബറ്റാലിയന് പോകണമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അസസ്മെന്റിൽ പറ്റിയ ഒരു തെറ്റുകൊണ്ട് ആ ബറ്റാലിയൻ മുഴുവൻ മരണപ്പെട്ടു പോവുകയാണ്, മഞ്ഞിൽ പുതഞ്ഞ് മരണപ്പെട്ടു പോവുകയാണ്. ഈ സമയത്ത് മഞ്ഞുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഉള്ള ഒരാൾ പറയുന്നത് ഇത് മഞ്ഞിന്റെ സമയമല്ല, മഞ്ഞ് വരാൻ ഇനി കുറെ കൂടി വൈകും, അപ്പോൾ നമുക്ക് കുറെ കൂടി മുമ്പോട്ട് പോകാമെന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹത്തിന്റെ യാജ്ഞ അനുസരിച്ച് ആ ഭാഗത്തിൽ ആൾക്കാർ മുമ്പോട്ട് പോവുകയും അവര് മഞ്ഞിൽ പുതഞ്ഞ് മരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മഞ്ഞ് മരണത്തിന്റെ പ്രതീകമായിട്ടാണ്. അത് മാത്രമല്ല, ഒരു ചരിത്ര സംഭവം, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു യുദ്ധം നേരിട്ട് കാണുകയും ആ ചരിത്രത്തെ കാണുകയും ആ ചരിത്രത്തിന് സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ചരിത്രത്തിന് സാക്ഷിയായിട്ടുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു എഴുത്തുകാരൻ അതിനെപ്പറ്റി എഴുതണം എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും എഴുതുന്നില്ല. ജീവിതത്തിൽ താൻ കണ്ട, താൻ അനുഭവിച്ച, താൻ സാക്ഷിയായ ചരിത്ര സംഭവങ്ങളെ പറ്റി എഴുതാൻ അദ്ദേഹം കരുതിയതും എന്നാൽ ഒരിക്കലും എഴുതാത്തതുമായിട്ടുള്ള ആ ഒരു കഥയുടെ ആ ഒരു സംഭവത്തിന്റെ ഒരു കഥാപരമായ ആവിഷ്കാരമാണ് ഈ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. എഴുതാത്ത കഥകളെ പറ്റിയുള്ള ഒരു ആത്മവിമർശനമാണ്. എഴുത്തുകാരന്റെയും എഴുത്തിന്റെയും സൃഷ്ടിപരമായ കാര്യങ്ങളെ പറ്റിയുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ചില വിമർശനങ്ങൾ, ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഹെമിംഗ്വേ ഇവിടെ നടത്തുന്നുണ്ട്. രണ്ടാമത്തെ ഭാര്യയുമായിട്ടാണ് ഉള്ള സംഭാഷണമാണ് അവിടെ വരുന്നത്. സംഭാഷണത്തിന്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചുള്ള ഹെമിംഗ്വേയുടെ എഴുത്ത് അത്രയും ക്രിസ്പാണ്, വളരെ ക്രിസ്പായിട്ടാണ്. സംഭാഷണങ്ങളാണ് ആദ്യം എല്ലാം വളരെ കൃത്യമായിട്ടുള്ളതാണ്. ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് പെയിൻലെസ്. ഗാംഗ്രീൻ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആഫ്രിക്കയിൽ ഇങ്ങനെ സഫാരിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ മുട്ടിന്റെ ഭാഗത്തൊരു ചെറിയ മുള്ളു കൊള്ളും. അപ്പോൾ ആന്റിസെപ്റ്റിക് ഒന്നും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. പിന്നീട് കുറെ കഴിഞ്ഞിട്ട് കാർബോളിക് ആസിഡ് അത് ഉപയോഗിക്കുകയും രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയും ഗാംഗ്രീൻ ബാധിക്കുകയും അദ്ദേഹം ചലനം നഷ്ടപ്പെട്ട്, ഗാംഗ്രീൻ ബാധിച്ചാൽ അറിയാവില്ല, മുറിച്ചു മാറ്റുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അങ്ങനെ മരണം, അപ്പോൾ ഒരു പ്ലെയിൻ കാത്തു കിടക്കുകയാണ്. തൻ്റെ ശരീരത്ത് മരണം ഇങ്ങനെ പതുക്കെ ഇഴഞ്ഞ് കയറുന്നത് അദ്ദേഹത്തിന് കാണാം. അപ്പം മരണം തന്നിലേക്ക് വന്ന് കൂടുകയാണ്. ആ മരണത്തിന് വേദനയില്ല എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഭാര്യയോട് പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, ഐ എം സോറി ദാറ്റ് ദി ഓഡർ ODOR, അതിന്റെ ആ ഗന്ധം അല്ലെങ്കിൽ ആ ദുർഗന്ധം, ഗാംഗ്രീൻ ബാധിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ദുർഗന്ധമാണ്. ആ ദുർഗന്ധം നിന്നെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അപ്പോൾ ഭാര്യ ഹെലൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും പറയരുത്, ആ പ്ലെയിൻ ഉടനെ തന്നെ വരും. പ്ലെയിൻ ഒരിക്കലും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കഥയിലെ ഒന്നാമത്തെ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ഈ പറയുന്നത് പോലെയുള്ള മഞ്ഞിന്റെ മരണത്തിന്റെ ഒരു സന്ദേശവാഹകനായിട്ട് ആ കഥയിൽ ആദ്യം വരുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട എപ്പിഗ്രാഫിൽ സ്നോ കവേർഡ് മൗണ്ടൻ ആണ് കിളിമഞ്ചാരോ. അത് മറ്റൊരു തരം മഞ്ഞാണ്. ആ മഞ്ഞെന്ന് പറയുമ്പോൾ എഴുത്തുകാരനായ ഹാരി എത്താൻ ആഗ്രഹിക്കുന്ന ആത്മീയം എന്ന് പറയുമ്പോൾ എഴുത്തിന്റെ ആത്മീയതയിൽ തൻ്റെ കഴിവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് തനിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാഹിത്യ സൃഷ്ടിയുടെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉത്തമമായ ആ ഒരു ഉത്തുംഗ ഗോപുരത്തിലേക്ക് എത്താവുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് മഞ്ഞ്, കിളിമഞ്ചാരോ എന്ന് പറയുന്ന പർവ്വതത്തിലെ മഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ആഫ്രിക്കയിലെ ആൽപ്സിലെയും അല്ലെങ്കിൽ യൂറോപ്പിലെയും ആ ഒരു മഞ്ഞ് മരണത്തിന്റെ പ്രതീകമായിട്ടാണ്. രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഈ പ്ലെയിൻ അല്ലെങ്കിൽ സമതല പ്രദേശങ്ങളും ഉയർന്ന പ്രദേശങ്ങളും ഹെമിംഗ്വേയുടെ ഈ കൃതിയിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫെയർവെൽ ടു ആംസ് എന്ന് പറയുന്ന കൃതിയുടെ രചനാകാലം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ഫെയർവെൽ ടു ആംസിന് രണ്ടർത്ഥമുണ്ട്. ആയുധങ്ങളെ വിട എന്ന് പറയുന്നുണ്ട്. ARM എന്ന് ഇംഗ്ലീഷിൽ കൈകൾ എന്ന അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്കറിയാവും. ഫെയർവെൽ ടു ആംസ് എന്ന് പറയുമ്പോൾ ആയുധങ്ങളെ വിട മാത്രമല്ല, തൻ്റെ കാമുകിയുടെ കൈകൾ കൊണ്ടുള്ള ആലിംഗനത്തിൽ നിന്നുള്ള ഒരു വിടപറച്ചിൽ കൂടിയായിരുന്നു. അധികം നിരൂപകന്മാർ അതിനെപ്പറ്റി കണ്ടിട്ടില്ല. അതിൻ്റെ യുദ്ധവിരുദ്ധതയും മറ്റു കാര്യങ്ങൾ മാത്രം ആണ് കൂടുതലായിട്ട് അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത്. എങ്കിലും ഈ പറയുന്ന മനുഷ്യ ഹൃദയങ്ങളുടെ വേർപാടുകളുടെ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെ വേർപാടുകളുടെ ഒരു കൃതിയും കൂടി, ഒരു തലം കൂടി ആ ഒരു കൃതിക്കുണ്ട്. പിന്നെ ഫോർ ഹോം ദ ബെൽ ടോൾസ്, സ്പാനിഷ് സിവിൽ വാറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃതിയാണ്. അവിടെയും ഈ പ്ലെയിൻ എന്ന് പറയുന്നത് സമതല പ്രദേശങ്ങളിലാണ് അവിടെ മരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ നിത്യ
ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രദേശങ്ങൾ, അവിടെയാണ് ഈ മരണം പതിയിരിക്കുന്നത്. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അതെല്ലായിടവും ഉള്ളതല്ല. ഏത് രീതിയിലായാലും ഈ സർഗപ്രക്രിയയുടെ ഉദാത്ത ഭാവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്, ഈ ഉയർച്ച കാണുന്നത് പർവ്വതങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരു പർവ്വതമാണ് കിളിമഞ്ചാരോയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ അദ്ദേഹം ഈ ഫ്ലാഷ് ബാക്കിൽ പറയുന്നത്, തുടങ്ങുന്നത് തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബുൾ ആകുന്നത് 1930-ലാണ്. അപ്പോൾ ഏതാണ്ട് 1920-കളുടെ അവസാനമാണ് കഥാപശ്ചാത്തലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാം അവിടെ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ഈ ജീവിതം അതിനെ ആഘോഷിക്കുന്നതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റം പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് മദ്യമായാലും മദിരാക്ഷിയായാലും കാളപ്പോരായാലും വേട്ടയായാലും മീൻപിടുത്തമായാലും ഏത് രീതിയിലായാലും അതിന് പറ്റിയൊരു ശരീരമുണ്ടായിരുന്നു, അതിന് പറ്റിയൊരു മനസ്സുമുണ്ടായിരുന്നു. അവിടെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ആ ഒരു ജീവിതം പിന്നീട് ആഫ്രിക്കയിൽ, പിന്നീട് ഫ്രാൻസിലേക്ക് വരുന്നു, പാരീസിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന, അവിടെ ഒരു ട്രിസ്റ്റാൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. റുമാനിയൻ ബോൺ ഫ്രഞ്ച് റൈറ്ററാണ് അദ്ദേഹം. ഈ ദാദായിസത്തിന്റെ ഉപജ്ഞാതാവാണ്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു ലോസ്റ്റ് ജനറേഷന്റെ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ പ്രതീകവൽക്കരിക്കുന്ന ഒരു കഥയാണ്, ഒരു തലമുറയാണ്. ആ തലമുറയുടെ ഒരു സൈദ്ധാന്തികനായിട്ടാണ് ട്രിസ്റ്റാൻ സാർ വരുന്നത്. അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ ദാദായിസം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ദാദായിസം മീൻസ് ഇൻ എ വേ ഇറ്റ് ഈസ് ആന്റി ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആന്റി റൈറ്റിംഗ് എന്ന് പറയാം. എഴുത്തിനെതിരായിട്ടുള്ള ഒന്നാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സകല മൂല്യവ്യവസ്ഥകളെ തകർത്തുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. അപ്പോൾ ആ ഒരു തകർച്ചയുടെ മുഴുവൻ ആഘാതത്തെയും മനുഷ്യരിലേക്ക് കലാപരമായ രീതിയിൽ വിന്യസിപ്പിക്കാനുള്ള ഒരു രീതിയായിട്ടാണ് ദാദായിസം. വളരെ കുറച്ചു കാലമേ ഉണ്ടായിരുന്നു എങ്കിലും വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നു. അതിനെ തുടർന്ന് വന്ന ഒന്നായിരുന്നു ലോസ്റ്റ് ജനറേഷൻ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു. ലോസ്റ്റ് ജനറേഷനിൽ ഗർട്രൂഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ തന്നെയാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയെ ജെയിംസ് ജോയ്സിനെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ അവിടെ എസ്ര പൗണ്ട് ആ സമയത്ത് ഈ വേസ്റ്റ് ലാൻഡ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ്. 1922-ലാണ് അത് പ്രസിദ്ധീകരിക്കുന്ന ഒരു വലിയ കൃതിയായിട്ട് അവിടെ കൊടുത്ത് അതിൽ നിന്ന് പിന്നീട് എഴുതി 414 ലൈനുകളിലേക്ക് അത് മാറ്റുന്ന ഒരു വലിയ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാരീസ് അക്കാലത്ത് എല്ലാവരും വന്ന പാരീസിലേക്കായിരുന്നു. എഴുത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, സാഹിത്യത്തിന്റെ ഒക്കെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിൽ ഇദ്ദേഹം പറയുന്നുണ്ടോ പാരീസ്, ആ പാരീസിനെ പറ്റി ഞാനൊന്നും എഴുതിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എഴുതാൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഇതിനെപ്പറ്റി ഒന്നും എഴുതാതിരുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു വേദനയുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുതാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. എഴുത്തെന്ന് പറയുമ്പോൾ ആ ഒരു സർഗവ്യാപാരം, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ അധ്വാനം ആവശ്യമുള്ള ഒന്നാണ്. ആ അധ്വാനത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ ആവശ്യമായിട്ട് വരും, പണം ആവശ്യമായിട്ട് വരുമ്പോഴൊക്കെയാണ് എഴുത്തുകൾ കൂടുതൽ. നമ്മൾ വലിയ എഴുത്തുകാരുടെയൊക്കെ പല കൃതികളും, ടോൾസ്റ്റോയുടെ എല്ലാം, ഡോസ്റ്റോവസ്കിയുടെ ഒക്കെ കൃതികൾ, ഗ്യാംബ്ലറൊക്കെ എഴുതി തുടങ്ങുന്നത് എങ്ങനെ, അല്ലെങ്കിൽ എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പണത്തിന് വേണ്ടിയൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുത്തുകാരന് ഈ ഒരു കൃത്യമായിട്ടൊരു സമയ മാനദണ്ഡം വെച്ചുകൊണ്ടൊക്കെയാണ് എഴുതുന്നത്. ഇവിടെ ഹെമിംഗ്വേക്ക് പറ്റിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ കഥയിലെ നായകൻ ഹാരിക്ക് പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സാമ്പത്തികമായ സ്ഥിരത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സാമ്പത്തിക സ്ഥിരതയിൽ, ആ ഒരു സൗഭാഗ്യത്തിൽ, ആ ഒരു ലക്ഷറിയിൽ, ആ ഒരു ആഡംബരത്തിൽ തൻ്റെ സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ തൻ്റെ സാഹിത്യത്തെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പശ്ചാത്താപമാണ് ഹാരി ആഫ്രിക്കയിൽ, കെനിയയിൽ, ആ ഒരു മലമുകളിൽ, ആ ഒരു സഫാരിയിൽ, ആ ഒരു ക്യാമ്പിൽ, ആ ടാർപോളിൻ ഷീറ്റിന് താഴെ കാലിലൂടെ ഇഴഞ്ഞെത്തുന്ന മരണത്തിന്റെ ഗന്ധം താൻ അറിയുന്നു, മരണത്തിന്റെ ആ ഒരു കാൽ ചുവട്ടടികളുടെ ശബ്ദം താൻ കേൾക്കുന്നു എന്ന് ഹെമിംഗ്വേ ഇവിടെ എഴുതുന്നുണ്ട്, ഈ കൃതിയിൽ എഴുതുന്നുണ്ട്. അങ്ങനെ താൻ കിടക്കുമ്പോൾ താൻ നഷ്ടപ്പെടുത്തിയ തൻ്റെ സർഗവ്യാപാരത്തിന്റെ നിമിഷങ്ങളെ പറ്റി ഓർത്ത് ഖേദിക്കുന്ന ഒരു എഴുത്തുകാരനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിലാണ് ഈ സ്നോസ് ഓഫ് കിളിമഞ്ചാരോയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മരണത്തിന്റെ ആ ഒരു ഭാഗം തൻ്റെ എഴുതാൻ കരുതിയിട്ടും എഴുതാതെ പോയതിന്റെ അടുത്ത ഒരു എപ്പിസോഡിൽ, മൂന്നാമത്തെ ഫ്ലാഷ് ബാക്കിൽ അദ്ദേഹം പറയുന്നത് അവിടെ സമ്പൂർണമായൊരു നാശത്തിനെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട് തീപിടിച്ചു പോയ ലോഗ് ഹൗസ് തീപിടിച്ചു പോകുന്നുണ്ട്. തീപിടിച്ചു പോകുന്നത് മാത്രമല്ല, അതിൻ്റെ ആ ഗൺബാരൽ ഉരുകി മാഗസിനിലേക്ക് വീണ് അതുപോലെ ഉപയോഗിക്കാൻ പറ്റാതെ പിന്നീട് മുത്തച്ഛൻ ആ വീട് പുതുക്കി പണിയുമ്പോൾ ആ ഉരുകിപ്പോയ ആ ഗൺബാരലോ മാഗസിനോ തൊടുന്നില്ല.
അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് അവർ തോക്കും വാങ്ങിക്കുന്നില്ല എന്ന് എഴുതുന്നുണ്ട്. അത് വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെ തോക്ക് തന്നെ ഒരു സിംബലായിട്ട് മാറുകയാണ്. ആ തോക്കിന്റെ ആ ബാരലുകൾ ഉരുകി ആ മാഗസിനിലേക്ക് വീഴുന്നുണ്ട്. പിന്നീട് അതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. പിന്നീട് ലോകമാന്ദ്യത്തിന്റെ ഒരു കാര്യം, ഇവര് ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകും. ഹോട്ടലിന്റെ ഉടമസ്ഥൻ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് വലിയ ലാഭമൊക്കെ ഉണ്ടായി. പിന്നീട് 20കളിലെ മാന്ദ്യം ലോകത്തെ പിടിച്ചു കുലിക്കുക ഒരു മാന്ദ്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ മറ്റൊരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു കുട്ടിയുടെ കാര്യമുണ്ട്. ദി ചോർ ബോയ്, എപ്പിസോഡ് ഓഫ് ദ ചോർ ബോയ്. അത്ര വലിയ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടി ഒരു വലിയ റാഞ്ചിന്റെ ഒരു കാവൽക്കാരനാണ്. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ എടുക്കാൻ വന്ന ഒരാളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ വെടിവെച്ച് കൊല്ലും. ശവം അവിടെ ഫ്രോസൺ ആയിട്ട് കുറച്ചൊക്കെ പട്ടിയൊക്കെ തിന്ന് പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ടറായിട്ടാണ് ഹാരി അവിടെ നിൽക്കുന്നത്. ആ ഒരു റാഞ്ചിൽ വലിയ പണക്കാരനായിട്ടുള്ള ഒരാളുടെ ഒരു റാഞ്ചാണ്, സ്ത്രീയുടെ ഒരു റാഞ്ചാണ്. പിന്നീട് ഈ കുട്ടിയും കൊണ്ട് ഏതാണ്ട് 140 മൈലോളം യാത്ര ചെയ്ത് നഗരത്തിലേക്ക് എത്തി അവിടുത്തെ ഷെരീഫിന് ഈ കുട്ടിയെ കൈമാറണം. തൻ്റെ സംരക്ഷകനാകണം എന്ന് വിചാരിച്ചിരുന്ന ആ മനുഷ്യൻ തന്നെ പോലീസിന് കൈമാറുന്നത് എന്തിനാണ് അവിടെ കൊണ്ടുപോകുന്നതെന്നും അറിയുന്നില്ല. അവസാനം ആ കുട്ടിയുടെ കയ്യിൽ വിലങ്ങ് വെക്കുന്ന ആ രംഗത്ത് കുട്ടി വല്ലാതെ കരയുന്നുണ്ട്. അതും ഹൃദയം തകർക്കുന്ന ഒരു എപ്പിസോഡായിട്ടാണ്. അതിനെപ്പറ്റിയും എഴുതണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയും അദ്ദേഹം ഒന്നും എഴുതുന്നില്ല. അപ്പൊ ഇങ്ങനെ എഴുതാൻ ആഗ്രഹിച്ച ഒരുപാട് കഥകളാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിചാരങ്ങളെ കൃത്യമായിട്ട് മനുഷ്യരിലേക്ക് പറയാവുന്ന ഒരുപാട് കഥകൾ എഴുതാൻ കഴിഞ്ഞിരുന്ന ഒരു എഴുത്തുകാരൻ എങ്ങനെ മദ്യത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് ദാറ്റ് ഹാസ് ബ്ലണ്ടഡ് ദി എഡ്ജ് ഓഫ് ഹിസ് പെർസെപ്ഷൻ എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ആ ഒരു പെർസെപ്ഷൻ ഉണ്ട് നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്. ഈ അമിതമായിട്ടുള്ള മദ്യപാനം കാരണം ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു മൂർച്ചയേറിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ ആ മൂർച്ച കുറഞ്ഞ് ബ്ലണ്ടായി പോകുന്നു എന്ന് അദ്ദേഹം ഒരുപാട് എഴുതുന്നുണ്ട്. അപ്പൊ എഴുത്തുകാരന്റെ ആത്മീയമായ ഒരു നഷ്ടത്തെ പറ്റിയുള്ള ഒരു വിചിന്തനമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അവസാനത്തെ ഒരു ഭാഗം വളരെ വളരെ മനോഹരമായിട്ടാണ്. വളരെ ചില ഭാഗത്തൊരു ആംബിഗ്വിറ്റി നമുക്ക് വേണമെങ്കിൽ ഹാരി മരിച്ചോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഷീ കനോട്ട് ഹിയർ ഹിം ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് നമുക്ക് കരുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ ഈ പ്ലെയിൻ വരും, അദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് ഒരു എയർലിഫ്റ്റ് ചെയ്യാനായിട്ടൊരു ക്യാപ്റ്റൻ വരുന്നു. ഹാരി 2 പേർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ക്യാപ്റ്റനുണ്ട്. ക്യാപ്റ്റൻ ഹാരിയെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ആ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ആരുഷ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം, അവിടെയാണ് ഇതിന് റീഫ്യൂൽ ചെയ്യേണ്ടുന്നത്, എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. എന്നിട്ട് എയർലിഫ്റ്റ് ചെയ്ത് അവർ പോയി ആ പർവ്വതത്തിന്റെ സമീപം എത്തുമ്പോൾ ഇടത്തെ ആരുഷയിലേക്ക് പോകുന്നതിന് പകരമായിട്ട് വലത്ത് ഈ കിളിമഞ്ചാരോ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിലൂടെയാണ് അത് പറക്കുന്നത്. അപ്പോഴാണ് ആ പർവ്വതത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു വിവരണം അദ്ദേഹം നൽകുന്നത്. തനിക്ക് എത്തിച്ചേരാൻ താൻ ആഗ്രഹിച്ച എഴുത്തിന്റെ ആ ഒരു ഔന്നത്യം കാണുന്നത് ഹാരി എന്ന എഴുത്തുകാരൻ കാണുന്നത് അവിടെയാണ്. അപ്പോൾ ആ ഒരു മഞ്ഞ് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട മരണത്തിന്റെ മഞ്ഞിൽ നിന്ന് മാറി ഒരു പുനർജനയുടെ മഞ്ഞായിട്ട് അത് മാറുന്നു. ആ മഞ്ഞിന്റെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് അതൊരു സ്വപ്നമായിരുന്നു ഹാരിയുടെ. പ്ലെയിൻ വന്നില്ല. അദ്ദേഹം താൻ എത്തിച്ചേരാൻ ആഗ്രഹിച്ച ആ എഴുത്തിന്റെ ഔന്നത്യത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച ആ ഒരു ഭാഗം സ്വപ്നത്തിലെങ്കിലും കണ്ടുകൊണ്ടാണ് ഹാരി ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ നരേഷൻ തുടരുകയാണ്. അവിടെ പുറത്ത് വളരെ പ്രധാനപ്പെട്ട സിംബലുകളുണ്ട്. കഴുകനുമുണ്ട്, ഹൈനായുമുണ്ട്, കഴുതപ്പുലികളുമുണ്ട്. പുള്ളി സാധനം അത് തന്നെ പറയുന്നത് ദോസ് അഗ്ലി ബാസ്റ്റാർഡ്സ് എന്നാണ് ഹാരി ഇവയെ പറയുന്നത്, ഈ കഴുകനെ പറയുന്നത്. ദേ ക്രൗച്ച്ഡ് ഒബ്സീൻലി എന്നാണ് എഴുതുന്നത്. കാര്യം അത്രയും മരണമാണത്. മരണത്തിലേക്ക് എത്തുന്ന ഈ പക്ഷികൾക്കൊക്കെ കഴുകനൊക്കെ മരണത്തെ വളരെ പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പം ആകാശത്തൂടെ 1 ഡസൻ പറക്കുന്നുണ്ട്, അവരുടെ നിഴലുകൾ താഴെ കാണുന്നുണ്ട്. അതുകൂടാതെ 2 എണ്ണം താഴെ ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ ആ ഒരു രോമമില്ലാത്ത ആ ഒരു തലയും കഴുത്തും എല്ലാം കണ്ട് അതിനെ ഒരു വൃത്തികെട്ട ഒബ്സീൻ കാഴ്ചയായിട്ടാണ്, വളരെ അശ്ലീലമായ ഒരു കാഴ്ചയായിട്ടാണ് ഹാരി അവതരിപ്പിക്കുന്നത്. പക്ഷെ അവ പോകുന്നില്ല, ആട്ടിപ്പായസിട്ട് അവ പോകുന്നില്ല. അതിൻ്റെ അർത്ഥം മരണം തൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്.
മറ്റൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ ഡെഡ് എന്നുള്ളതാണ്. വരികൾ ഇങ്ങനെയാണ്, ഷീ കനോട്ട് ഹിയർ ഹിം ബ്രീത്തിങ് എന്നാണ് അവിടെ അവസാനം അത് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പക്ഷികളെ ആട്ടിപ്പായിക്കുന്നു. ആദ്യമൊക്കെ അത് പോകുന്നെങ്കിലും പിന്നീട് ആട്ടിപ്പായിക്കുമ്പോൾ ഈ പക്ഷികൾ പോകുന്നില്ല. അത് മാത്രമല്ല, ഈ ഹൈനയുടെ ശബ്ദം ചിലപ്പോഴൊക്കെ അതിൻ്റെ ശബ്ദം മനുഷ്യന്റെ ശബ്ദം പോലെയാണ്, കഴുതപ്പുലികളുടെ ശബ്ദം. അവ ആ ടെന്റിലൂടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അപ്പോൾ ഇവിടെ ഈ ഹാരി ഇടയ്ക്ക് മദ്യം ആവശ്യപ്പെടുന്നുണ്ട്. മോളോ എന്ന് പറയുന്ന ആ ഒരു ഗോത്രവർഗക്കാരനോട് ഇത് പറയുന്നുണ്ട് കുറച്ച്. അപ്പോൾ ഭാര്യ അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മദ്യമല്ല, ബ്രോത്ത് കുടിക്കൂ. ഇവർ തന്നെ പിന്നെ മൃഗത്തെ വേട്ടയാടിക്കൊണ്ട് വന്ന് അതിൻ്റെ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മരിക്കാനുള്ളതാണ്. ആ ഒരു മരണം തന്നെയാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ആ ഒരു ട്രക്ക് പോകാൻ കാരണം ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ സാഹിത്യത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എത്രമാത്രം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എല്ലാ കാലത്തും ഒന്നും എഴുതാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കഥ വായിക്കുകയാണെങ്കിൽ ഇതിനകത്ത് സ്ത്രീകളെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ അവരുടെ ശാരീരിക വർണ്ണനകളെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ടും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മളൊരു അശ്ലീലതൊന്നും കാണാൻ പറ്റത്തില്ല. കാര്യം ആ ഒരു ക്യാരക്ടർ ആ രീതിയിൽ തന്നെയാണ്. ഇവിടെ ആ ഒരു കിക്കുയു എന്ന് പറയുന്നൊരു ഗോത്രമുണ്ട് കെനിയയിൽ. ആ ഗോത്രത്തിലെ ഒരാളാണ് ഈ ഡ്രൈവറായിട്ട് വരുന്നത്. അയാൾ ഓയിൽ ചെക്ക് ചെയ്തിരുന്നില്ല. വണ്ടിയുടെ ഓയിൽ ചെക്ക് ചെയ്യാത്തത് കൊണ്ട് എൻജിൻ കത്തിപ്പോവുകയാണ്. അങ്ങനെയാണ് അവർക്ക് അവിടെ ക്യാമ്പ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ വന്നിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹാഫ് ബിറ്റഡ് കിക്കുയു എന്നാണ്. ഇന്ന് എഴുതാൻ പറ്റത്തില്ല. ഇന്നങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നു. ഈ കിക്കുയു ഗോത്രത്തിന്റെ കെനിയയിലെ വലിയൊരു ഗോത്രമാണ്. വങ്കാരി മാതായി സമാധാനത്തിന് നൊബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ്. അവരുടെ ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിൽ വളരെ കെനിയയിലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച അവരുടെ നോബൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗത്തിൽ ആഫ്രിക്കയിൽ മരങ്ങൾ എത്രമാത്രം സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ പറയുന്ന കിക്കുയു ഗോത്രം വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഈ പരസ്പരം യുദ്ധം ചെയ്യുന്ന സംഘടന നടത്തുന്ന കിക്കുയു ഗോത്രക്കാരുടെ ഇടയിലേക്ക് തിഗി എന്നൊരു വൃക്ഷമാണ്. ആ തിഗി മരത്തിന്റെ ഒരു ശാഖ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യുദ്ധം അല്ലെങ്കിൽ ആ സംഘടനം നിർത്തിയേ പറ്റൂ. എന്നിട്ട് അവരപ്പോഴും അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് സമാധാനത്തിന്റെ ഒരു വഴിയിലേക്ക് പോകണം എന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഗ്രേറ്റ് ആഫ്രിക്കൻ ട്രഡീഷൻ എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഗോത്രത്തിലെ ഒരു വ്യക്തിയാണ് ദി ഹാഫ് വിറ്റഡ് കിക്കുയു ഡ്രൈവർ എന്ന ഹെമിംഗ്വേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാ ഒരു കഥാപാത്രത്തിന്റെ അന്നത്തെ ഒരു മാനസിക നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ആ രീതിയിലേക്ക് അത് എഴുതിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം, സ്വപ്നം കണ്ട ഒരു ജീവിതം അവിടെ അവസാനിക്കുന്നു. ഭരണത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഇത് പിന്നീട് സിനിമയായിട്ടുണ്ട് 2 തവണ. ഇല്ലില്ല, സിനിമ വളരെ വ്യത്യാസമാണ്. ഗ്രിഗറി പെക്കാണ് അതിലെ ആ ഒരു കഥാപാത്രത്തെ അഭിനയിച്ചത്. സിനിമ അത്ര വലിയ 2 സിനിമ ഞാൻ കണ്ടതാണ്. അത്ര വലിയൊരു ഹെമിംഗ്വേയുടെ സിനിമ എല്ലാ സിനിമയാക്കിയതാണ്. ഓൾഡ് മാൻ ആൻഡ് ദ സീ അത് സിനിമയാക്കിയതാണ്. നമ്മളിപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഒരു വകയ്ക്ക് കൊള്ളാത്തൊരു സിനിമയാണ്. കിർക്ക് ഡഗ്ലസ് ആണ് അദ്ദേഹമാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സബ്ജക്ട് ടു കറക്ഷൻ ഇത് ഗ്രിഗറി പെക്കാണ് ചെയ്തത്. അതിൽ മറ്റൊരു കഥാപാത്രത്തെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ത്രീ കഥാപാത്രം കൂടി വരുന്നുണ്ട്. അതിൽ അദ്ദേഹം അവിടെ ഇങ്ങനെ കിടക്കുന്നു. ഒരു ആവറേജ് ഹോളിവുഡ് മൂവി. അതൊരു ഹിറ്റായിരുന്നു ആ സിനിമ. 1952 ഇറങ്ങിയത്. ആ ഒരു വലിയ ഹിറ്റ് സിനിമയായിരുന്നു എന്നതിനപ്പുറത്ത് കലാപരമായിട്ടുള്ള ഒരു മൂല്യം വളരെ കുറവാണ്. ഹെമിംഗ്വേയുടെ ഈ ഒരു ചെറുകഥയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ താഴ്ന്നു നിൽക്കുന്ന ഈ അഡാപ്റ്റേഷൻ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ, അതുപോലെ ഫോർ ഹൂം ദ ബെൽ ടോൾസ്, ഫെയർവെൽ ടു ആംസ് ഒക്കെ ഒരു ബിലോ ആവറേജ് ഹോളിവുഡ് ചിത്രങ്ങളാണ്. കുറച്ച് പണം അക്കാലത്ത് നേടിയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ മൂല്യങ്ങളൊന്നുമില്ല. ഈ പറയുന്നത് പോലെ സംവിധായകന്റെ ഒരു രണ്ട് മാധ്യമമാണ്, 2 പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് എന്നതിനെ പറ്റി അറിഞ്ഞിരുന്നാൽ മാത്രം മതിയാവും. ഹെമിംഗ്വേയുടെ ജീവിതത്തെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അവസാനകാല ജീവിതത്തിൽ ഈ ആഫ്രിക്കയിൽ വെച്ചുണ്ടായ അപകടത്തെ പറ്റി പറയുന്നുണ്ട്. 1 അല്ല 2 അപകടം നടക്കുന്നുണ്ട്. 2 അപകടം നടന്ന് പിന്നീട് ശരീരത്തിന് ഒരുപാട്
ക്ഷീണം, ഒരുപാട് മുറിവ്, ഒരുപാട് വേദന. ഇത് മാത്രമല്ല, പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന് മറ്റൊരു അസുഖം കൂടി ഉണ്ടായിരുന്നു. ഈ ശരീരത്തിൽ രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കൂടുന്ന ഒരു അസുഖം കൂടി ഉണ്ടായിരുന്നു പാരമ്പര്യമായിട്ട്. അങ്ങനെ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു, ഹെമിംഗ്വേ ആത്മഹത്യ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആത്മഹത്യ ചെയ്യുന്നു, സഹോദരിയും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ട്രേറ്റ് അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഈ ഒരു കൃതിയിലൂടെ നമ്മൾ എഴുത്തുകാരൻ്റെ പ്രശ്നം, അതൊരു സംശയമാണ്. എഴുത്തുകാരൻ സമ്പന്നനാണെങ്കിൽ എന്താ സംഭവിക്കുക? കൃതി എഴുതാൻ പറ്റില്ലേ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. സമ്പന്നനായിട്ടുള്ള എഴുത്തുകാർ, മാന്യമായിട്ട് ജീവിക്കുന്ന എഴുത്തുകാർ, അവർക്ക് കുടുംബമായിട്ട് ജീവിക്കുന്ന എഴുത്തുകാർ, അവർക്ക് വലിയ കൃതികൾ എഴുതാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റിയുടെ, സൃഷ്ടിത്മകതയുടെ പ്രധാനപ്പെട്ട തടസ്സങ്ങളായിട്ട് ഇതിനെയൊക്കെ സമ്പത്തിനെയും സ്ത്രീ സൗഹൃദങ്ങളെയും മദ്യത്തെയും ഒക്കെ കാണേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതിനെപ്പറ്റി ഉദാഹരണങ്ങൾ ഏത് രീതിയിലായി കഴിഞ്ഞാലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. ഒരുപാട് ചർച്ചകൾക്ക് സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കൃതി അവസാനിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.